ഉഷാറോടെ കലോത്സവ വേദികൾ പോരാടുന്ന ഒരു കൂട്ടം പരിചയമുട്ട് കളിക്കുന്ന വിദ്യാർത്ഥികളാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് അവരിലേക്ക് തന്നെ പോവാം. ഇങ്ങനെ ഇന്നിപ്പോ ആവേശത്തിമിർപ്പോടെ വാളും പരിചയൊക്കെ എന്തി ഒരു യുദ്ധ പോരാട്ടം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇതൊരു കലോത്സവ വേദിയാണ്. അപ്പോ ഇപ്രാവശ്യം എറണാകുളം അടിക്കോ? എങ്ങനെയാ? പൊളിക്കും. ഉഷാറടിക്കാം. എങ്ങനെയായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. നന്നായിട്ട് തന്നെ കളിക്കാൻ പറ്റി. ഉഷാറായിരുന്നു. ഇതാണോ ആശാൻ? ആശാന്റെ പേരെന്താ? രാഹുൽ സാർ. അപ്പൊ എങ്ങനെയുണ്ട്? പിള്ളേർ എങ്ങനെയുണ്ട്? ഉഷാറാണ്. പ്രാവശ്യം അടിക്കും. ഇത്രയും വാളും പരിചയൊക്കെ നമ്മള് ഇങ്ങനെ കാണുമ്പോ ഭയങ്കര ആവേശം. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോ തന്നെ വളരെ ഒരു മനസ്സിന് അത്രയും ആത്മവിശ്വാസം കിട്ടുന്ന ഒരു കലയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോ എങ്ങനെയാണ് പിള്ളേർക്കുള്ള സപ്പോർട്ട് എങ്ങനെയാണ് താങ്കൾ കൊടുത്തിട്ടുള്ളത്? അതായത് ഇതിപ്പം ഇത് പരിചയമുട്ടുകളിക്ക് ഏകദേശം നല്ല കായികാധ്വാനം വേണം, അതുപോലെ തന്നെ നല്ല പ്രാക്ടീസും വേണം. ഒരു 3 മാസത്തോളം ഇവരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ തരണം ചെയ്ത് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്താണ് കുട്ടികളെ മുന്നോട്ട് വന്നേക്കുന്നത്. എല്ലാ പ്രതിസന്ധികൾക്കും തരണം ചെയ്തുകൊണ്ട് കലയ്ക്ക് വേണ്ടി, കലയോടുള്ള സ്നേഹത്തിന് വേണ്ടി കലോത്സവ നാളുകൾ വിജയം കുതിപ്പിനായിട്ട് മുന്നേറി വന്നിരിക്കുകയാണ് ഇവര്. തുടർച്ചയായിട്ട് 3ാമത്തെ വർഷമാണ് ഇവർ വരുന്നത്. തുടർച്ചയായിട്ട് 3ാമത്തെ വർഷമാണ്. ഓക്കെ, അതൊരു വളരെ ഭംഗിയുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെയും സംസ്ഥാനത്തിൽ വരാൻ പറ്റുക എന്നുള്ളത് വളരെ ഭംഗിയേറിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോ ഇതിലേക്ക് ഇപ്പൊ ഇവരൊക്കെ കുട്ടികളാണല്ലോ. ഈ കുട്ടികൾ ഒരു ആയോധന കലയിലേക്ക് വരുമ്പോ അവർക്ക് അതിനുള്ള ആത്മവിശ്വാസം എങ്ങനെയായിരുന്നു? ഇവരുടെ ഒരു തുടക്കം താങ്കളിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? എന്നിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്. അപ്പൊ ഇതെന്റെ ഒരു പാഷനാണിത്, ഈ പരിചയമുട്ടുകളി എന്ന് പറയുന്നത്. ഞാൻ ഏകദേശം 13 കൊല്ലമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പം ഞാൻ കൊല്ലം ജില്ല, തിരുവനന്തപുരം ജില്ല, ഇങ്ങനെ 2 ജില്ലകൾ മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ എറണാകുളത്ത് ഇപ്പൊ ഞാൻ ഈ പഠിപ്പിക്കുന്ന സെന്റ് ഡൊമിനിക് സ്കൂളിൽ ഒരു 2 വർഷമായിട്ട്. അപ്പം സിസ്റ്ററിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം, അവരുടെ ഒരു കലയാണ് ഈ പരിചയമുട്ടുകളി, ക്രൈസ്തവ ആയോധന കലയാണ് പരിചയമുട്ടുകളി. അപ്പം ആ സിസ്റ്ററിന്റെ ഒരു ആഗ്രഹമാണ് ഈ ഒരു കലാരൂപം നിലനിന്ന് പോകണം. കാരണം ഇത് കലോത്സവങ്ങളിൽ മാത്രം നിലനിന്ന് പോകുന്നൊരു ആയോധന കലയാണിത്, പരിചയമുട്ടുകളി. മറ്റുള്ള സ്ഥലങ്ങളിലില്ല. ക്രൈസ്തവ കല അല്ലെങ്കിൽ പള്ളി കലോത്സവം അങ്ങനെ മാത്രമേ പരിചയമുട്ടുള്ളൂ. ഇപ്പൊ ഞങ്ങളെപ്പോലെ ഒരു 2-3 അധ്യാപകർ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ ഈ കല ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ സിസ്റ്ററിന്റെ ആഗ്രഹപ്രകാരം പുള്ളിക്കാരൻ നമ്മളെ കൊല്ലത്തുനിന്ന് നമ്മളെ എങ്ങനെ കോൺടാക്ട് ചെയ്ത് വിളിച്ചു, എന്നോട് റിക്വസ്റ്റ് ചെയ്തു നമുക്കൊരു ഐറ്റം എടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത്രയും ദൂരം അങ്ങനെ എടുക്കില്ല, ശരി സിസ്റ്ററിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ എടുത്തത്. അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഫസ്റ്റ് വർഷം വിജയിച്ചു. ശരി, നമ്മൾ സെക്കൻഡ് വർഷം കൊണ്ട് അടുത്ത വർഷവും വിജയിച്ചു. മൂന്നാമത്തെ കൊല്ലം വിജയിച്ച് ഇനിയും വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് താങ്കളുടെ മൊത്തച്ചിരിയും ഈ കുട്ടികളുടെ ആയാലും അവരുടെ ഒരു മനസ്സിന്റെ ധൈര്യവും അത് തന്നെയാണ്. നമുക്കിനി കൂടുതൽ വിവരങ്ങൾ കുട്ടികളിലേക്ക് തന്നെ പോവാം. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പോ മോനൊക്കെ ഇത് പഠിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ പഠിച്ചു വരുമ്പോ അത്രയും ആത്മവിശ്വാസം ഇതെങ്ങനെയാണ് ആശം പകർന്നു തരുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാമോ? ഓരോ വർഷവും വരുമ്പോഴും ഓരോ കളിക്ക് കയറുമ്പോഴും ഒരു മോട്ടിവേഷണൽ ടോക്ക് ഉണ്ടാവും സാറിന്റെ. അതിന്റെ ഫുൾ ക്രെഡിറ്റ് സാറിന് തന്നെയാണ്. ഞങ്ങളെ എത്ര തളർന്ന അവസ്ഥയിലായിരുന്നാലും ഉള്ളിലൊരു തീ കത്തിച്ചു വിടാനുള്ള ഒരു അവസ്ഥയിലേക്ക് എടുക്കുന്ന സാറിന്റെ ഒരു ഇതാണ്. പിന്നെ ഇത് മിക്കവർക്കും തന്നെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇതില് ഇങ്ങനെ വരണതൊക്കെ തന്നെ ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ആശാൻ കത്തിച്ച തീ കലോത്സവം ആളിപ്പടരുമോ? ഉറപ്പാണോ? പടരും, ഉഷാറാവും. ഡൊമിനിക്ക് തൂക്കും, ഉറപ്പായിട്ടും തൂക്കിയിരിക്കും. അതെ, നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഡൊമിനിക്ക് ഈ ഒരു കലോത്സവം ഈ പരിചയമുട്ട് തൂക്കും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്.